പോയിന്റ് നേടിക്കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ആരെയും ഈ ഫിറ്റ്നസ് ലെവൽ അല്ലെങ്കിൽ ഈ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റി നിർത്തിയല്ല, നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് വേണം വിലയിരുത്താൻ എന്നുള്ളൊരു ചെറിയൊരു മെസ്സേജാണ് ആ ഒരു കലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു, വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യായിരുന്നു ഒരു ചിറ്റ്. പക്ഷെ ഇവര് പറഞ്ഞു നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവരെ എല്ലാവരും പോയിട്ട് കൺവിൻസ് ഒന്നും ചെയ്തിട്ടില്ല. പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ ആകെ പറഞ്ഞത് നിങ്ങൾ ചൂസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ഞാനായിരുന്നു. ആൻഡ് ഐ ലെറ്റ് യു ഡൗൺ ആൻഡ് ഐ ആം എക്സ്ട്രീംലി വെരി സോറി ഫോർ ദാറ്റ്. ഇനി തൊട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, വേറെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുറച്ച് അഹങ്കാരിച്ച് കുറച്ച് പറഞ്ഞു ചില വാക്കുകൾ അതങ്ങനെ പറയണ്ടായിരുന്നു. അനീഷ് ഇങ്ങനെ ഇത് എടുത്തിരുന്നെങ്കിൽ ഒരു 2-4 ആഴ്ച ബിഗ് ബോസ് പറയുന്നത് നടന്നേനെ. തീർച്ചയായിട്ടും മറ്റുള്ളവർ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിരുന്നു. ആണോ? ആരാ? ഒരുപാട് പേര് പറയുന്നു ഇടാ ഞാനായിരുന്നെങ്കിൽ. അങ്ങനെ പറഞ്ഞ ആൾക്കാര് ഒന്ന് അപ്പാനി അല്ലേ? അക്ബറ്. ശരി, രേണു. നമ്മളിപ്പോ ചോദിക്കാൻ രേണു ഇപ്പൊ തലമുടി മുട്ടടിക്കാൻ റെഡിയാണോ? തലമുടി മുട്ടടിക്കാൻ റെഡിയാണോ? പിന്നെ അപ്പാനി റെഡിയാവോ? എല്ലാരും പറഞ്ഞു കണ്ടോ? കളി പറയുന്ന പോലെയാണ് ഇത്. ഞാനായിരുന്നു ഞാൻ ചെയ്തേനെ. ഇപ്പൊ ഞങ്ങൾ ടാസ്ക് എന്നാല് ഇത് മുട്ടയടിക്കോ? ഇരിക്കും. ഷുവറാണല്ലോ.